തീർച്ചയായും ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് ഫീലിംഗ് ആണ് സാറിനുണ്ടാകുന്നത്? ഇല്ല, എനിക്ക് ഈ ഡിസിഷൻ എടുത്താലും എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ 7 കൊല്ലം മുന്നേ ചെയ്തതല്ലേ ഇറ്റ് വാസ് എ കറക്റ്റ് ഡിസിഷൻ, അല്ലെങ്കിൽ അല്ലേ കറക്റ്റ് ഡിസിഷൻ ആയിരുന്നു. ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ട് എനിക്ക്. കാരണം ഞാൻ ഒരു 27 കൊല്ലം ജോലി ചെയ്ത് എന്തെങ്കിലും ഏൺ ചെയ്യാൻ പറ്റുമോ, അതിലൊക്കെ എത്രയോ ബെറ്ററായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. ഇത് തീർച്ചയായും തന്നെ അഗൈൻ എൻ്റെ മനസ്സിലുള്ളൊരു അംബീഷനാണ്. ഐ വാണ്ട് ടു ഗീവ് എംപ്ലോയ്മെൻറ്റ് കുറേ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കണം, പ്രത്യേകിച്ച് നമ്മുടെ മലയാളീസിന് കുറേ കൊടുക്കണം. അപ്പോൾ എൻ്റെയൊക്കെ മനസ്സിലങ്ങനെയാണ്. അറ്റ്ലീസ്റ്റ് ഒരു 2-4 കൊല്ലത്തിൻ്റെ ഉള്ളിൽ അറ്റ്ലീസ്റ്റ് ഐ നീഡ് 100 പീപ്പിൾ വർക്കിംഗ് ഫോർ മീ. അതിനുവേണ്ടിയുള്ളൊരു ഹാർഡ് വർക്കാണ് സാർ. എൻ്റെ ടാർഗറ്റ്, എൻ്റെ ഗോൾ അതാണ്. അതിലേക്കാണ് സാറ് എയിം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും സാറിനെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സാറിനെ സ്വാധീനിച്ച വ്യക്തി ആരാണ്? സ്വാധീനിച്ച എൻ്റെ അമ്മയാണ്. തീർച്ചയായും അമ്മ തന്ന അഡ്വൈസ് എന്തൊക്കെയായിരുന്നു സാറിന്? അമ്മ സത്യസന്ധത, ഹാർഡ് വർക്ക്. ഇത് സാറ് ജീവിതത്തിൽ ഉടനീളം ചെയ്തിട്ടുണ്ട്. അതാണ് സാറിൻ്റെ വിജയത്തിൻ്റെ രഹസ്യവും. തീർച്ചയായും സാർ ഒരു നടനാണ്, ഒരു കഥാപ്രാസംഗികനാണ്, ഒരു വലിയൊരു കലാകാരനാണ്. തീർച്ചയായും ഞാൻ ചോദിക്കട്ടെ, സാർ വളരെ ഒരു ബിസിനസ്സുകാരനായിരുന്നില്ല എങ്കിൽ സാറ് കലാപരമായിട്ട് സാറ് മാറുമായിരുന്നു? ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും കഴിഞ്ഞ ഒരു ഓണപരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ നാടകത്തിൽ അഭിനയിച്ചു. എൻ്റെ മോളും ഡാൻസ് ചെയ്തു, വേറെ ഡാൻസിൽ ഞാനും ഡാൻസ് ചെയ്തു. അത് ജസ്റ്റ് ചെറിയ കുട്ടികളുടെ ഡാൻസ് പരിപാടിയായിരുന്നു. അപ്പോൾ ദേ ആർ ലുക്കിംഗ് ഫോർ സംബഡി ടു അക്കമ്പനി. ശരി, ഓക്കെ, നോ പ്രോബ്ലം. ഡാൻസ് സാറ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടൊന്നുമില്ല. കാരണം മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടു എത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളത് പകർത്തിയിട്ടുള്ള ഒരു സന്തോഷം കിട്ടും അങ്ങനെ കിട്ടുമ്പോൾ. തീർച്ചയായും. കാരണം അതൊക്കെ വീട്ടുകാർക്ക് എന്തിനാണ് ഡാൻസ് ചെയ്യുന്നതാണ്. വൈഫ് ഇങ്ങനെ ഡിസ്കറേജ് ചെയ്യാറുണ്ടോ? ഈ ഡാൻസും ഒന്നും വൈഫിന് ഇഷ്ടമല്ല. എന്നാലും ഇവിടെ എൻ്റെ ജോലി 9:30 ആവും. 9:30 തൊട്ടിട്ട് ഞാൻ 10:00 വരെ റിഹേഴ്സലിന് പോകും. ഒരു നല്ലൊരു കലാകാരനുമാണ്, നല്ലൊരു ബിസിനസ്സുകാരനുമാണ്. സാർ ഏത് പാർട്ടിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഏറ്റവും കൂടുതൽ ബിസിനസ് ആണ്. കല എന്ന് പറയുന്നത് കല കൊണ്ട് ഏണിംഗ് ഇല്ല, ടൈം പാസ് അത്രേ ഉള്ളൂ. ജസ്റ്റ് അതൊരു ഏണിങ്ങിന് വേണ്ടിയിട്ടല്ല നമ്മൾ കല ചെയ്യുന്നത്. മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ ചെയ്യും. കാരണം എന്തെങ്കിലും പരിപാടിയിൽ നമ്മളും കൂടി ചെയ്യുമ്പോൾ അവർ പലരും ഞാൻ അങ്ങനെ ചെയ്യുന്നവരെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനും കൂടി ചെയ്യുമ്പോൾ അവർക്ക് നല്ല അവർ രാജസാരിയാണ് ഞങ്ങളുണ്ട്. അപ്പോൾ അവർ കൂടിയിട്ട് ഒരു എൻകറേജ്മെന്റ് കൂടിയിട്ട്. ഇനി നമ്മുടെ കേരളത്തിൽ സാറിന് എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും ഇതിനെ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാനായിട്ട് സാർ ആഗ്രഹിക്കുന്നുണ്ടോ? ബേസിക്കലി ഇവിടെ പറയുകയാണെന്ന് വെച്ചാൽ ഗുജറാത്ത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഈവൻ ഞാനിപ്പോൾ ഈ ഫസ്റ്റ് അവാർഡ് കിട്ടി, പിന്നെ ലാസ്റ്റ് 3 ഇയേഴ്സിൽ എനിക്ക് കണ്ടിന്യൂസ് അവാർഡ് കിട്ടി. ഇന്ന് ഞാൻ ഓപ്പറേഷൻ ചെയ്യുന്ന ഇവിടെ ക്ലീനിങ് ഫോർവേഡിങ് ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നിടത്ത് ടോട്ടൽ ഓൾമോസ്റ്റ് 150 പേരുണ്ട്, പാർട്ടീസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടിൽ എൻ്റെ കമ്പനിയാണ് നമ്പർ 1 കമ്പനി. ഇപ്പോൾ ലാസ്റ്റ് 3 ഇയേഴ്സിൽ എനിക്ക് കിട്ടിയ അവാർഡാണ് 3 അവാർഡ് കിട്ടിയിരിക്കുന്നത്. കണ്ടിന്യൂറ്റി. അപ്പോൾ അതങ്ങനെ കിട്ടി. ഇനിയിപ്പോൾ ഈ കൊല്ലത്തിൽ ഇതൊക്കെ ഞങ്ങളുടെ അവാർഡ് തന്നെ അത് ഭയങ്കര ക്ലോസ്ലി മോണിറ്റർ ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ്. കാരണം ഓരോ ദിവസത്തിൽ ഇപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ ഞാൻ എത്ര കണ്ടന്റ് ചെയ്ത് അവിടെ നിന്നെല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ എല്ലാ സ്റ്റാഫും കൂടുതലില്ല അതിന് വേണ്ടിയിട്ട് ടാർഗറ്റ് ആവുക. എങ്ങനെ നമുക്ക്, കാരണം ഇതിൽ പെർഫോമൻസ് നോക്കി ഇത്ര കണ്ടെയ്നർ ചെയ്തെങ്കിൽ മാത്രമേ അവാർഡ് കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ സ്റ്റാഫൊക്കെ ലാസ്റ്റിലൊക്കെ പറയുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് തൊട്ട് അവരിങ്ങനെ ഭയങ്കര പറഞ്ഞല്ലേ ഓരോ ദിവസം ഇങ്ങനെ നോക്കുക എത്ര ഏതായി അങ്ങനെ ഇതേ വർക്ക്. പിന്നെ നാട്ടിലേക്ക് പറഞ്ഞാൽ നാട്ടിലൊന്നും ഇത്ര നന്നായി വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നാട്ടിലൊന്നും വെച്ചാൽ നമുക്കറിയാൻ പറ്റില്ല എപ്പോഴാണ് സമരം, ഏതാണ് ഇതാണ്, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെയൊന്നുമില്ല ഇവിടെ ഒരിക്കലും 7 കൊല്ലത്തിലടക്കി എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരു ദിവസം സമരമായിട്ട് ഓഫീസ് പൂട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇൻസ്റ്റഡ് ഈവൻ നമുക്ക് നമ്മുടെ സൗകര്യം പോലെ സൺഡേ അല്ല ഏത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിൽ വർക്ക് ചെയ്യാൻ യാതൊരു കുഴപ്പമില്ല. യൂണിയനില്ല, പ്രശ്നങ്ങളില്ല. പിന്നെ ആൾക്കാർ സപ്പോർട്ടീവ് ആണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു അവിടെ എന്തെങ്കിലും ഒരു ബ്രാഞ്ച് തുടങ്ങുകയാണെങ്കിലും രാത്രിയിൽ എന്തെങ്കിലും നമുക്ക് പോകുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. വല്ലവരും എന്തെങ്കിലും ചെയ്യുന്നതാണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. രാത്രി 12 മണിക്ക് ഒറ്റയ്ക്ക് പോയാലും യാതൊരു കുഴപ്പമില്ല. 12 മണിക്ക് സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പോകുന്നതിൽ പോലും ബുദ്ധിമുട്ടില്ല, വളരെ സുരക്ഷിതയാണ് എന്നുള്ളതാണ് ഇവിടെ പലരും പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും. എൻ്റെ മോളടക്കം ഇപ്പോൾ 12-11 മണിക്കാണ് അവൾ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുക. അത്രയും സുരക്ഷിതമായ സ്ഥലം വേറെ ഒന്നുമില്ല. അത്ര നല്ല സ്ഥലമാണ്. പിന്നെ ആൾക്കാരെല്ലാം സപ്പോർട്ടീവാണ്. കൂടുതൽ എല്ലാവരും എന്തെങ്കിലും ആവശ്യമുണ്ട്, നമുക്ക് ഇന്ന് എന്തെങ്കിലും ആവശ്യമുണ്ട്, ഇന്നത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ചെയ്യും. വളരെ സന്തോഷം. തിരക്കേറിയ ഈ സമയത്തും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമയം അനുവദിച്ചു തന്നതിൽ, ഇത്രയും ഒരു വലിയൊരു സംവിധാനം ഞങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നതിൽ വളരെ സന്തോഷമുണ്ട് സാർ. ഗുജറാത്ത് നല്ലൊരു സ്റ്റേറ്റാണ്. നിങ്ങളെല്ലാവരും ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ ഇന്നല്ലെങ്കിൽ നാളെ നല്ലൊരു ലെവലിലെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും. അതുമാത്രം എൻ്റെ ആശംസകൾ. ശ്രീ AM രാജൻ സാറുമായിട്ടുള്ള അഭിമുഖം ഇവിടെ അവസാനിക്കുമ്പോൾ തീർച്ചയായും
ഒരു ബിസിനസ്സുകാരനെ ഇൻ്റർവ്യൂ ചെയ്യണം എന്ന് കരുതി ഞാൻ ഈ ഓഫീസിൽ കടന്നു വന്നപ്പോൾ ഒരു ബിസിനസ്സുകാരനോടൊപ്പം തന്നെ ഒരു വലിയൊരു കലാകാരനെയും ഞാൻ കണ്ടു. സ്വന്തം എംപ്ലോയീസിനെ സ്നേഹിക്കുന്ന ഒരു തൊഴിലുടമയെ ഞാൻ കണ്ടു. കുട്ടികളെ സ്നേഹിക്കുന്ന ഒരു പിതാവിനെ കണ്ടു. മറ്റുള്ളവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയെയും ഞാൻ കണ്ടു. തീർച്ചയായും ഒരു മനുഷ്യൻ അവൻ ഒരു സൊസൈറ്റിക്ക് വേണ്ടി കടപ്പെട്ടവനായിരിക്കണം, ഒരു സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്നവനായിരിക്കണം, സ്വാർത്ഥത വെടിഞ്ഞിട്ടുള്ള ഒരാളാവണം. തീർച്ചയായും ഈ മേഖലകളിലൊക്കെ ഞാൻ മിസ്റ്റർ രാജൻ സാറുമായിട്ട് നടന്നപ്പോൾ ഞാൻ കണ്ട നന്മയുടെ വശങ്ങൾ തീർച്ചയായും എനിക്കതിൽ വളരെ സന്തോഷം നൽകുന്നു. ഒരു മലയാളിയുടെ സ്പർശങ്ങൾ അവിടെ എത്തിയപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ അതിലുപരി അമ്മയുടെ പ്രാർത്ഥന, ദൈവാനുഗ്രഹം, അതിനോടൊപ്പം കഠിനാധ്വാനത്തിൻ്റെയും സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും വളരെയധികം കഥയുണ്ട്. ഒരു ജോലി ചെയ്യുമ്പോൾ തീർച്ചയായും അതിന് എത്രത്തോളം ഹോണസ്റ്റിയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും അതിൻ്റെ വിജയവും. അദ്ദേഹത്തിനോട് ഞാൻ അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് 30 പേര് ജോലി ചെയ്യുന്ന സ്ഥാപനം അത് 100 പേരാക്കി മാറ്റണം, 100 പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റിയെടുക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. എന്ത് മനോഹരമായിരിക്കുന്നു ആ വാക്കുകൾ. തീർച്ചയായും സർവേശ്വരൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ ഒക്കെ പൂവെണീച്ചു കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിനും ഈ സ്ഥാപനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് സൂര്യ തേജസ്സോടെ ഉയർന്ന് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം ഇതാണ്: ഗുജറാത്തിലെ പ്രധാനപ്പെട്ട തുറമുഖം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഗുജറാത്ത് സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട തുറമുഖം ഏതാണ്? ഈ ചോദ്യത്തിന് ശരി ഉത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.